രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ഏറ്റുമേറും കൊണ്ട് വീണു തുടങ്ങിനാർ അറ്റമില്ലാത്തോരോ രാക്ഷസവീരരും വനരങ്ങൾ എറിയുന്ന ആ കല്ലും പർവ്വതവും അതേപോലെ അവര് മരങ്ങൾ കൊണ്ട് പ്രഹരിക്കുകയാണ്. അതെല്ലാം കൊണ്ട് തകർന്ന് രാക്ഷസന്മാർ ഇങ്ങനെ വീഴാണ്. അപ്പോഴേക്കും തികുമ്പിലേക്കകത്തും വാനരങ്ങൾ കയറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനകത്തും വാനരങ്ങൾ യുദ്ധം തകർത്ത് നടത്തുന്നു. അപ്പോൾ ഉറപ്പായി ഇന്ദ്രജിത്തിന് മുറ്റുകയില്ല ഹോമം നമുക്ക് ഇങ്ങിനി പറ്റലരെ ചെറ്റകറ്റിയൊഴിഞ്ഞെന്ന്. പറ്റലരായിട്ട് ശത്രുക്കളായിട്ട് ആരൊക്കെയാണോ ഇതിനകത്ത് കടന്നു കയറിയിരിക്കുന്നത് അവരെ കുറേ നേരമെങ്കിലും ഇവിടെ നിന്ന് അടി ഓടിച്ചാലല്ലാതെ എൻ്റെ ഈ ഹോമം നടക്കുകയില്ല എന്ന് തീരുമാനിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ഉടനെ തന്നെ നികുംഭിലയിൽ നിന്ന് ഇന്ദ്രജിത്ത് പുറത്തു വന്നു ആയുധവും എടുത്തുകൊണ്ട് യുദ്ധസജ്ജനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുന്നിലുള്ളതായ ആൽത്തറയ്ക്ക് മുകളിൽ കയറി നിന്നു. അത് വിഭീഷണൻ കണ്ടിട്ട് സൗമിത്രിയോട് പറഞ്ഞു, ലക്ഷ്മണകുമാരനോട് പറഞ്ഞു, വീര കഴിഞ്ഞില്ല ഹോമം. ഈ നികുംഭിലയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ഇന്ദ്രജിത്ത് ഹോമം ആരംഭിച്ചെങ്കിലും അതവന് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഹോമം കൊണ്ട് ലഭിക്കേണ്ടതായ അനുഗ്രഹങ്ങളൊന്നും അവന് സിദ്ധിച്ചു കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിരുന്നു എങ്കിൽ, അവന് ഹോമം പൂർണ്ണമാക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ നേരെ വെളിച്ചത്ത് കണ്ടുകൂടാ ദൃഢം അവനെ നേരെ കാണാൻ പറ്റൂല. അവൻ നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞു നിന്നേനെ. അവൻ്റെ ആയുധങ്ങൾ മാത്രം നമ്മുടെ നേരെ വരും. അവനെ തടയാനും അവനെ വീഴ്ത്താനും അവൻ എവിടെയെന്ന് നമുക്ക് കാണാനേ പറ്റില്ല. ഇപ്പോഴിതാ അവനെ നാം നേരിട്ട് കാണുന്നു. അവൻ്റെ ഹോമം പരാജയപ്പെട്ടു പോയി, ലക്ഷ്യത്തിലെത്തിയില്ല. അതുകൊണ്ട് യുദ്ധം തുടങ്ങുക, വൈകരുതേതുമേ യുദ്ധം ആരംഭിക്കുക. ഭഗവാൻ അനുഗ്രഹം തന്നല്ലോ, അനുവാദവും തന്നല്ലോ ഇന്ദ്രജിത്തിനെ സംഹരിക്കാനായിട്ട്. അത് ഉടനെ വേണം, ഇനി വൈകിക്കുക പറ്റില്ല. അതിനാൽ യുദ്ധം ആരംഭിക്കുക. ലക്ഷ്മണകുമാരൻ വില്ലുകുലച്ച് ഇന്ദ്രജിത്തുമായിട്ട് യുദ്ധം തുടങ്ങി. രണ്ടുപേരും അത്ഭുതപ്പെടുത്തുന്ന വീരപരാക്രമത്തോടു കൂടിയ ആളുകൾ. ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ അസ്ത്രപ്രയോഗം ആരംഭിച്ചു. ഇതിനിടയ്ക്ക് ഇന്ദ്രജിത്ത് വിഭീഷണനെ ലക്ഷ്മണകുമാരൻ്റെ അടുത്ത് കണ്ടിട്ട് വിഭീഷണനോട് കോപിച്ചിട്ട് പറഞ്ഞു, രാക്ഷസജാതിയിൽ വന്നു പിറന്ന് നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. നീ രാക്ഷസവംശത്തിൽ വന്ന് പിറന്നവനാണ്, രാവണന്റെ കുടുംബത്തിൽ വന്ന് പിറന്നവനാണ്. അതിനാൽ എനിക്ക് നീ ഇളയച്ഛനാണ്, അതുകൊണ്ട് എനിക്ക് ബഹുമാന്യനാണ്. അങ്ങനെയുള്ള നീ ഇരിക്കുന്ന ആ പദവിയുടെ മഹത്വം മനസ്സിലാക്കാതെ നിന്റെ ബന്ധുക്കളായിരിക്കുന്ന ഞങ്ങളെയെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശത്രുജനത്തിന് ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നത്, ശത്രുവിൻ്റെ ഭൃത്യനായി വേലക്കാരനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങളെയെല്ലാം വഞ്ചിച്ചുകൊണ്ട് നീ ജോലി ചെയ്യുന്നു. അത് ഏറ്റവും നിന്ദനീയമാണ്. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കൊള്ളുക, ആരാണോ വംശത്തിന് വിനാശം വരുത്തുന്നത് അവന് ഒരിക്കലും ഗതിയുണ്ടാവില്ല. ഇങ്ങനെ കോപത്തോടു കൂടിയിട്ട് ഇന്ദ്രജിത്ത് വിഭീഷണനോട് പറഞ്ഞപ്പോൾ വിഭീഷണൻ പറഞ്ഞു, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഈ വംശത്തിന് വിപത്ത് വരുത്തി വെച്ചതാരെന്ന്. ഇതിനു മുമ്പ് ലങ്കയ്ക്കുള്ളിൽ വന്ന് ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ലങ്ക ആക്രമിക്കപ്പെടുന്നു? നീയും നിന്റെ പിതാവും നിരന്തരമായി ചെയ്തു വരുന്നതായ ക്രൂരകർമ്മങ്ങൾ പണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും നിങ്ങൾ സീതാദേവിയെ മോഷ്ടിച്ചു.
ആരെല്ലാം വിവേകമുള്ള ആളുകൾ പറഞ്ഞു നിന്റെ അച്ഛനോട് നിന്റെ മുന്നിൽ വെച്ച് തന്നെ. നീ കേട്ടുവോ? നിന്റെ അച്ഛൻ കേട്ടുവോ? നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ലങ്കയ്ക്കും രാക്ഷസവംശത്തിനും വിപത്തുണ്ടാക്കുന്നത് എന്ന് വിഭീഷണൻ ഉടനെ തന്നെ മറുപടിയും കൊടുത്തു. ഇങ്ങനെ ഘോരമായ യുദ്ധം 2 ദിവസം ലക്ഷ്മണകുമാരനും ഇന്ദ്രജിത്തും തമ്മിൽ നടന്നു. ദിവ്യാസ്ത്രങ്ങൾ രണ്ടുപേരും അന്യോന്യം അത്യധികം കോപത്തോടു കൂടിയിട്ട് പ്രയോഗിച്ചു. ദിവ്യാസ്ത്രങ്ങൾക്ക് പ്രത്യസ്ത്രം തൊടുത്ത് തടുക്കുക എന്നുള്ള കർമ്മവും വളരെ വിജയകരമായിട്ട് രണ്ടുപേരും നടത്തി. ഇങ്ങനെ അതിഭീമമായ യുദ്ധം 3-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു. അതും പൂർണ്ണമായി. വാസരം 3 കഴിഞ്ഞോരനന്തരം 3 ദിവസം കഴിഞ്ഞപ്പോൾ ലക്ഷ്മണകുമാരൻ എന്ത് ചെയ്തു? വാസവദൈവതമസ്ത്രം കുമാരനും രാഘവൻ ചേർന്ന് കരേണ ബന്ധിപ്പിച്ച് രാഘവൻ തൻ പാദാംഭോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ച് അയച്ചാൻ. അത് ചെന്ന് പങ്ക്തികണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ച് സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായി അന്തരാ തൂണിയിൽ വന്നു പൊക്കൂ ശരം. 3 ദിവസം കഴിഞ്ഞപ്പോൾ തുടർച്ചയായിട്ടുള്ള യുദ്ധാണ്. അവിടേക്കും ലക്ഷ്മണകുമാരൻ ഐന്ദ്രാസ്ത്രം എടുത്തു. വാസവദൈവതമസ്ത്രം ഐന്ദ്രാസ്ത്രം എടുത്തിട്ട് വളരെ എളുപ്പത്തിൽ മന്ത്രം ജപിച്ച് അതിനെ വില്ലിലേറ്റി ശ്രീരാമചന്ദ്രന്റെ പാദമാകുന്ന താമരപ്പൂക്കളെ സ്മരിച്ചുകൊണ്ട് നേരെ ഇന്ദ്രജിത്തിന്റെ നേരെ പ്രയോഗിച്ചു. അത് ഇന്ദ്രജിത്തിന്റെ കണ്ഠം ഛേദിച്ച് ആകാശത്തിലൂടെ പറന്ന് സമുദ്രജലത്തിൽ മുഴുകിയിട്ട് ആ രക്തക്കറയെല്ലാം നീക്കി വിശുദ്ധമായി തീർന്ന് തിരിച്ച് മടങ്ങി വന്ന് ലക്ഷ്മണകുമാരന്റെ ആവനാഴിയിൽ ഇരിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ആ ഇന്ദ്രജിത്തിന്റെ ശരീരം, തലയേറ്റ ശരീരം നിർജീവമായിട്ട് ഭൂമിയിലേക്ക് വീണു. 3 ലോകങ്ങളുടെയും വലിയ ദുഃഖകാരണമായിരുന്നു ഇന്ദ്രജിത്ത്. അതുവരെ എല്ലാവരെയും ഉപദ്രവിച്ച്, എല്ലാവരെയും ആക്രമിച്ച്, എല്ലാവരെയും കൊന്നും തകർത്തും അയാൾ വിഹരിക്കുകയായിരുന്നു. ദേവന്മാർക്ക് ഏറ്റവും കൂടുതൽ ഭയം ഇന്ദ്രജിത്തിൽ നിന്നായിരുന്നു. എല്ലാവരും സന്തോഷിച്ചു. സന്തുഷ്ട മാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. ലക്ഷ്മണകുമാരനെ ദേവന്മാരെല്ലാം അന്തരീക്ഷത്തിൽ നിന്നിട്ട് സ്തുതിക്കുകയാണ്. ദേവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും കിംപുരുഷന്മാരും സിദ്ധന്മാരും വിദ്യാധരന്മാരും എല്ലാവരും അന്തരീക്ഷത്തിൽ നിന്ന് സ്തുതിക്കുകയാണ്. പുഷ്പങ്ങളും വർഷിച്ചാർ ഉടനുടൻ. ലക്ഷ്മണകുമാരന്റെ പുറത്ത് അവര് ലക്ഷ്മണനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് പുഷ്പങ്ങൾ മഴ പോലെ ചൊരിഞ്ഞു. ദേവലോകത്തിലെ പുഷ്പങ്ങളാണ്, മന്ദാര വൃക്ഷങ്ങളിലെ പുഷ്പങ്ങളാണ് ചൊരിയുന്നത്. ആ അവസരത്തിൽ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. അപ്സരസ്സുകള് പാട്ടും നൃത്തവുമെല്ലാം ആരംഭിച്ചു. ഇന്ദ്രൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്റെ കണ്ണുകളെല്ലാം തുറന്ന്, 1000 കണ്ണുകളുണ്ട് അദ്ദേഹത്തിന്, എല്ലാം തുറന്ന് ഈ രംഗത്തെ അഭിവീക്ഷിച്ചു. താപസന്മാര് മധുരമധുരമായിട്ട് പാടാൻ തുടങ്ങി, മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ആകാശത്ത് നിന്ന് ഗന്ധർവന്മാര് ദുന്ദുഭിനാദം ഘോഷിച്ചു, പെരുമ്പറ മുഴക്കി. ബ്രഹ്മാവ് പോലും ഈ ഒരു മഹാകർമ്മം കണ്ട് ലക്ഷ്മണകുമാരനെ അഭിനന്ദിച്ചു. വാനരന്മാര് സിംഹനാദം ചെയ്തു, ഉറക്കെ ജയഭേരി മുഴക്കി. എന്നിട്ട് ലക്ഷ്മണകുമാരനോടൊപ്പം വിഭീഷണനോടൊപ്പം നേരെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ മുന്നിലെത്തി. രാമന്റെ പാദങ്ങൾ കൂപ്പി ലക്ഷ്മണകുമാരൻ രാമന്റെ പാദങ്ങളിൽ പ്രണമിച്ചു, നമസ്കരിച്ചു, ദണ്ഡനമസ്കാരം ചെയ്തു. ഈ അവസരത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു പുഞ്ചിരിച്ചുകൊണ്ട് ലക്ഷ്മണനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ലക്ഷ്മണനോട് പറഞ്ഞു, ദുഷ്കരം എത്രയും നീ ചെയ്ത കാര്യം, നീ ചെയ്ത ഈ മഹാകർമ്മം ഉണ്ടല്ലോ, അത് ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇതിൽ
നാം വളരെയേറെ സന്തോഷിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ലക്ഷ്യത്തിൽ വളരെയേറെ നാം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്പം കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് പൂർണ്ണ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട്. രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിക നീ. രാവണന്റെ വലിയ ബലം അത് ഈ ഇന്ദ്രജിത്താണ്. അവനിതാ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിനർത്ഥം രാവണനും യുദ്ധത്തിൽ മരിച്ചു എന്നാണ്. ഫലത്തിൽ രാവണൻ അവിടെ ജീവിച്ചിരിക്കുകയാണെങ്കിലും അയാളുടെ എല്ലാം തീർന്നു. അങ്ങനെ അയാളും കൊല്ലപ്പെട്ടതിന് തുല്യമാണ് എന്നിങ്ങനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ലക്ഷ്മണനെ അഭിനന്ദിക്കുന്ന അവസരത്തിൽ ഈ വാർത്ത, ലക്ഷ്മണൻ ജയിച്ചു, ഇന്ദ്രജിത്ത് കൊല്ലപ്പെട്ടു എന്നറിഞ്ഞിട്ട് രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്ന് അതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഭൂമിയിൽ വീണു മോഹിച്ചിട്ട്, അങ്ങേയറ്റം തളർന്നു, അങ്ങേയറ്റം തകർന്നു. എന്നിട്ട് അയാൾ ക്ഷീണിച്ച് നിലവിളിക്കാൻ തുടങ്ങി. എത്രയോ വീരന്മാരെ രാവണൻ കൊല്ലിച്ചു. യുദ്ധത്തിനിറങ്ങുന്നവരെല്ലാം ഇങ്ങനെ വേണ്ടപ്പെട്ട ആളുകളെ കൊല്ലിക്കുകയാണ്. ലോക ചരിത്രം മുഴുവൻ നോക്കിക്കൊള്ളുക. അങ്ങനെ രാവണൻ ബന്ധുക്കളെയും എല്ലാവരെയും കൊല്ലിച്ചു. അവസാനം ഇതാ രാവണന്റെ പുത്രനായിരിക്കുന്ന മേഘനാഥൻ അഥവാ രാവണി അഥവാ ഇന്ദ്രജിത്ത്, അദ്ദേഹത്തെയും കൊല്ലിച്ചു. അപ്പോഴ് ലങ്കയുടെ അവസ്ഥ, തന്റെ അവസ്ഥ അത് രാവണൻ ഓർത്ത് ദുഃഖിക്കുകയാണ്. വിണ്ണവർക്കും മുനിമാർക്കും ദ്വിജന്മാർക്കും ഇന്ന് നന്നായി ഉറങ്ങിയിടുമാറായതു. ഇനി ദേവന്മാർക്കിന്ന് സമാധാനമായിട്ട് ഉറങ്ങാം, മുനിമാർക്കിന്ന് സമാധാനമായി ഉറങ്ങാം, വേദപണ്ഡിതന്മാർക്കിന്ന് സമാധാനമായി ഉറങ്ങാം. എന്താ? രാവണി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതുവരെ അവർക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഏത് നിമിഷവും ഇന്ദ്രജിത്തിന്റെ ഉപദ്രവം ഉണ്ടാവും, രാക്ഷസന്മാരുടെ ഉപദ്രവം ഉണ്ടാവും. പക്ഷെ ഇനി ആർക്കും രാക്ഷസന്മാരെ ഭയക്കേണ്ട കാര്യമില്ല, നമ്മയും പേടിയില്ലാർക്കും. ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര. എന്നെയും ഈ രാവണനെയും ഇനി ലോകത്തിൽ ആർക്കും പേടിയില്ല. ഇതുവരെ രാവണൻ എന്ന് പേര് കേട്ടാൽ തന്നെ എല്ലാവരും നിലവിളിക്കും ഭയന്നിട്ട്. ഇനി എന്നെയും ആരും പേടിക്കില്ല. എന്താ? എന്റെ ബലമെല്ലാം പോയി. കുംഭകർണം പോയി, പ്രഹസ്തൻ പോയി, അതികായം പോയി, ഇന്ദ്രജിത്ത് പോയി. ഏറ്റവും വലിയ ബലം ഇന്ദ്രജിത്ത് തന്നെയാണ്. ആ ഇന്ദ്രജിത്തും പോയി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത കിരീടാവകാശിയാണ് ലങ്കയുടെ. ആ ഇന്ദ്രജിത്തും പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ രാവണനെ ആര് ഭയക്കാൻ? ആരും അംഗീകരിക്കില്ല, ആരും ഭയക്കില്ല. എല്ലാവരും നിസ്സാരമായിട്ട് തള്ളികളയും. ഇങ്ങനെ രാവണൻ കരയാൻ തുടങ്ങി. എന്നിട്ട് രാവണൻ ചിന്തിച്ചു, എന്നോട് പുത്രൻ മരിച്ചത് ജാനകി തന്നോട് കാരണം എന്നതുകൊണ്ട് ഞാൻ അവൾ തന്നോട് ചോര കുടിച്ചൊഴിഞ്ഞ് എങ്ങുമേ ദുഃഖം അടങ്ങുകയില്ലമേ. എന്റെ പുത്രൻ മരിക്കാനുള്ള കാരണം എന്താ? ജാനകിയാ. അതുകൊണ്ട് ഞാൻ അവളെ കൊല്ലും ഇപ്പോൾ, എന്നിട്ട് അവളുടെ ചോര കുടിക്കും, എന്നിട്ട് ഞാൻ അടങ്ങുള്ളൂ. നോക്കണം ആ വാദങ്ങൾ എങ്ങനെ പോകുന്നു എന്ന്. ഇന്ദ്രജിത്ത് മരിക്കാനുള്ള കാരണം ജാനകിയാണത്രേ. അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജാനകിയെ രാവണൻ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ് അതിന്റെ കാരണം. ജാനകിയല്ല കാരണം. ജാനകിയെ രാവണൻ മോഷ്ടിച്ച് ലങ്കയിൽ കൊണ്ടുവച്ചില്ലായിരുന്നുവെങ്കിൽ ലങ്കയ്ക്കും രാക്ഷസ വംശത്തിനും ഇന്ദ്രജിത്തിനും ഒരാപത്തും വരികയില്ലായിരുന്നു. പക്ഷേ താൻ മോഷ്ടിച്ചതാണ് കാരണം എന്നത് അംഗീകരിക്കാൻ രാവണൻ തയ്യാറല്ല. എപ്പോഴും ദുഷ്ടബുദ്ധികൾ ഇങ്ങനെയാണ്. വസ്തുത അവർക്കറിയാം, അറിയാമെങ്കിലും അത് സമ്മതിക്കില്ല. പകരം വേറെ ശ്രദ്ധ തിരിച്ചുവിടാൻ പാകത്തിന് വേറെ പുതിയ വ്യാഖ്യാനങ്ങൾ അവർ കൊണ്ടുവരും. അത്തരം വ്യാഖ്യാനങ്ങൾ എന്നും നമ്മൾ വേദികളിൽ നിരന്തരം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതാ രാവണനും അതേ പ്രകാരത്തിൽ നേരത്തെ പറഞ്ഞതിൽ നിന്നിട്ട് തന്നെ ഇതുവരെ രാവണനും കൂട്ടുകാരും എന്ത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് വ്യക്തം. ഇനി മുനിമാർക്കൊക്കെ സുഖമായി ഉറങ്ങാം. അവരുടെ എല്ലാം ഉറക്കം കെടുത്തുന്നതാണ് തന്റെ ചുമതലയെന്ന് രാവണൻ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ദ്രജിത്ത് മരിച്ച അവസരത്തിൽ ഇങ്ങനെ
രാവണൻ അറിയാതെ പറഞ്ഞു പോയത്. എന്ന് മാത്രമല്ല, അവർ നിരന്തരം ഉപദ്രവിക്കുന്നതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാവരും രാവണനെ ഭയക്കുന്നത്. ഇനി ഉപദ്രവിക്കാൻ ശേഷിയില്ല, അതുകൊണ്ട് ഇനി അവരാരും ഭയക്കില്ല. രാവണന്റെ മനഃശാസ്ത്രം, അതേപോലെ ഇതേ പ്രകാരത്തിലുള്ളതായ ദുഷ്ടബുദ്ധികളുടെ മനഃശാസ്ത്രം വളരെ വ്യക്തമാണ്. അവരെ എല്ലാവരും ഭയത്തോടു കൂടിയിട്ട് അംഗീകരിച്ച് എപ്പോഴും നമസ്കരിച്ച് അവരുടെ ആജ്ഞകളെല്ലാം അനുസരിച്ച് കഴിഞ്ഞു കൊള്ളണം. അപ്പോഴാണ് അവർ കേമൻ ആണ് എന്ന് അവർക്ക് തന്നെ ബോധ്യാവുക.